Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മൾ ചാപ്റ്റർ 8 ക്ലാസ് 11 ചാപ്റ്റർ 8 സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിലെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി MCQലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the common characteristic feature of plant sieve tube cells in most of the mammalian erythrocytes is. അതായത് പ്ലാന്റിന്റെ സീവ് ട്യൂബിലെ സെൽസിന്റെയും മാമൽസിലെ RBCന്റെയും കോമൺ ക്യാരക്ടറിസ്റ്റിക് എന്താണുള്ളത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആബ്സെൻസ് ഓഫ് മൈറ്റോകോൺഡ്രിയ, പ്രസൻസ് ഓഫ് സെൽ വാൾ, പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ നമുക്കറിയാം NCERT കൊടുത്തിട്ടുണ്ട് ഏതിന് രണ്ടിനും, സീവ് ട്യൂബ് സെൽസിനും മമേലിയൻ RBCസിനും എന്തില്ല, ന്യൂക്ലിയസ് ഇല്ലാന്ന്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? കോമൺ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് വിഡ് ബി ദ ആബ്സെൻസ് ഓഫ് ന്യൂക്ലിയസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിലക്ട് വൺ വിച്ച് ഇസ് നോട്ട് ട്രൂ ഫോർ റൈബോസോംസ്. എന്താണ് താഴെ തന്നിരിക്കുന്നത്, ഏതാണ് റൈബോസോംസിന് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ എന്താണ്, മെയ്ഡ് ഓഫ് 2 സബ് യൂണിറ്റ്സ്. അപ്പൊ നമുക്കറിയാം റൈബോസോമിന് എത്ര സബ് യൂണിറ്റ്സ് ഉണ്ട്? 2 സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് പ്രോകറിയോട്സിലും യൂകറിയോട്സിലും ഈ 2 സബ് യൂണിറ്റ്സും വേറെ വേറെ ആയിരിക്കും. ഇനി ബി തന്നിരിക്കുന്ന എന്താ, റൈബോസോംസ് കെൻ ഫോം പോളിസോം. അപ്പൊ എന്താ പോളിസോം എന്ന് ആദ്യം അറിയണം. പോളിസോം എന്താണ്? നമുക്കറിയാം ഒരു ഒറ്റ സ്ട്രാൻഡ് ഓഫ് mRNAയില് എന്ത് കാണാൻ പറ്റും? നമുക്ക് പല ക്ലസ്റ്റേഴ്സ് ഓഫ് റൈബോസോംസ് കാണാൻ പറ്റും. ആൻഡ് ഈ മെനി ക്ലസ്റ്റേഴ്സ് ഓഫ് റൈബോസോംസ് ഹെൽഡ് ഓൺ ടു എ സിംഗിൾ mRNA. ഇനി അവര് അങ്ങനെ ഹെൽഡ് ഓൺ ചെയ്യുന്നു. ആൻഡ് അതിന്റെ ഗുണം എന്താണ്? നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ റൈബോസോം അതിനൊരു പെർട്ടിക്കുലർ റീജിയൻ ഉണ്ടാവും, ആ റീജിയൻ മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഫസ്റ്റ് തന്നിരിക്കുന്ന റൈബോസോം ഈ റീജിയൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, സെക്കൻഡ് തന്നിരിക്കുന്ന റൈബോസോം ഈ പെർട്ടിക്കുലർ റീജിയൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, അടുത്തടുത്ത് തന്നിരിക്കുന്നത് അതിന്റെ ഓരോ പെർട്ടിക്കുലർ റീജിയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? ഒരു സിംഗിൾ mRNA നമുക്ക് മെനി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോട്ടീൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോ എന്താണ് പോളിസോം? നമുക്കറിയാം സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന പ്രോട്ടീൻ സിന്തസിന്റെ സമയത്ത് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഈ സ്ട്രക്ചറിൽ എന്തുണ്ട്? ക്ലസ്റ്റർ ഓഫ് റൈബോസോംസ് വിച്ച് ആർ ഹെൽഡ് ഓൺ ടു എ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് mRNA. അപ്പോ ആൻഡ് നമുക്ക് എങ്ങനെയാ മൾട്ടിപ്പിൾ പ്രോട്ടീൻ യൂണിറ്റ്സും അതിന് കിട്ടും. ഇനി അപ്പോ ആ സെന്റൻസ് എന്തായി? അതും കറക്റ്റ് സെന്റൻസ് ആയി. ഇനി തേർഡ് സെന്റൻസ് നോക്കുകയാണെങ്കിൽ മേ അറ്റാച്ച് ടു mRNA. അപ്പൊ നമുക്കറിയാം എന്ത്, റൈബോസോംസ് ഇപ്പൊ ഇതിൽ കണ്ടതുപോലെ മോണോസോം ആണെങ്കിലും പോളിസോം ആണെങ്കിലും എങ്ങോട്ടേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഒരു mRNAയിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി പോളിസോം ആണെങ്കിലും മോണോസോം ആണെങ്കിലും ഒരു സിംഗിൾ സ്ട്രാൻഡ് ഓഫ് mRNAയിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതും എന്തായി? അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ഡി തന്നിരിക്കുന്ന എന്താ, റൈബോസോംസ് ഹാവ് നോ റോൾ ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോ അതെങ്ങനെയാണ്? നമുക്കറിയാം റൈബോസോംസിന്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ എന്താണ്? പ്രോട്ടീൻസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ആൻസർ എന്ത് വരും? വിച്ച് ഇസ് നോട്ട് ട്രൂ. ഹലോ अक्षय, वो ना आपकी वॉइस काफी वो हो रही है, फ्लक्चुएट हो रही है. मतलब आपने स्पीकर, मतलब जो माइक है वो अपने मुंह के पास नहीं रखा हुआ है? थोड़ा दूर है. थोड़ा दूर है ना? हाँ वही एक्चुअली उसी वजह से. तो हाँ, वो के पास आ सकता है? हाँ हाँ हाँ. प्लीज उसको ना मतलब अपने मतलब मुंह के पास आप रख लेंगे तो बेटर होगा. ठीक है ठीक है. कंटिन्यू करना है या बिगिनिंग से करना है? नहीं, आप यहीं से कर लो, बट हाँ हाँ पास रखना है ना उसको. हाँ हाँ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 നോട്ട് ട്രൂ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പോ സൊല്യൂഷൻ തന്നിരിക്കുന്നു, റൈബോസോംസ് ആർ ജനറലി 2 സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദേ കെൻ ഫോം പോളിസോം. ആൻഡ് അവർക്ക് എന്തും കൂടി ചെയ്യാം, ദേ മേ അറ്റാച്ച് ടു mRNA. ഇനി ദേ ആർ ദി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോ ആ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താവും? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്.
ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് യൂക്കറിയോട്ട്? താഴെ തന്നിരിക്കുന്നതിൽ യൂക്കറിയോട്ട് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് യുഗ്ലീന. നമുക്കറിയാം യുഗ്ലീന എന്താണ്? ഒരു പ്രോട്ടിസ്റ്റ് ആണ്. പ്രോട്ടിസ്റ്റ് ആകുമ്പോൾ അത് എങ്ങനെയായിരിക്കും? യൂണിസെല്ലുലാർ യൂക്കറിയോട്ടിനെ ആയിരിക്കും. അപ്പോ ഓപ്ഷൻ എ യൂക്കറിയോട്ട് ആണെന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ സിയിലേക്ക് കിടക്കാം. സ്പൈറോഗൈര എന്താണ്? ഇറ്റ് ഇസ് എ ഗ്രീൻ ആൽഗെ. അപ്പോ ഗ്രീൻ ആൽഗെ ആകുമ്പോൾ അതിനെങ്ങനെയായിരിക്കും? നമുക്കറിയാം പ്ലാന്റയിലാണ് നമ്മൾ ഗ്രീൻ ആൽഗെ ഒക്കെ പഠിച്ചത്. ആൻഡ് പ്ലാന്റേ ആർ മൾട്ടി സെല്ലുലാർ നമുക്കറിയാം. അപ്പൊ സ്പൈറോഗൈരിയം എന്തെന്നെയായിരിക്കും? മൾട്ടി സെല്ലുലാറും യൂക്കറിയോട്ടും ആണെന്ന് അറിയാം. അപ്പോ സ്പൈറോഗൈരിയം യൂക്കറിയോട്ട് ആണ്. ഇനി അഗാരിക്കസ് എന്താണ്? നമുക്കറിയാം മഷ്റൂം ആണ്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ഫംഗൈ. അപ്പോ ഫംഗൈന്റെ താഴെ വരുന്ന മഷ്റൂം ആയ അഗാരിക്കസ് എങ്ങനെയായിരിക്കും? യൂക്കറിയോട്ടിനെ ആയിരിക്കും. ഇനി ഓപ്ഷൻ ബിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അനബീന. അനബീന നമുക്കറിയാം ഇറ്റ് ഇസ് എ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയം. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, സൈനോബാക്ടീരിയം എന്താണ്? പ്രോകറിയോട്ട് ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൈസ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് ക്രോമസോംസ്? അപ്പോ ക്രോമസോംസ് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാത്ത ഡൈ ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ബേസിക് ഫുഡ്സിൻ, സാഫ്രനിൻ, മെഥിലീൻ, ഗ്രീൻ ആൻഡ് കാർമിൻ. അപ്പോ ഈ ഫാക്ട്സ് അറിഞ്ഞിരിക്കുക. എന്ത്? ബേസിക് ഫുഡ്സിൻ എന്തിനാണ്? നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഫോർ സ്റ്റെയിനിങ് എന്തൊക്കെ? സ്റ്റെയിനിങ് ഹ്യൂമൻ ക്രോമസോംസ്, ഇലാസ്റ്റിക് ഫൈബേഴ്സ്, കാർഡിയാക് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ. ഇനി ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് എന്തായിരുന്നു? മെഥിലീൻ ഗ്രീൻ. മെഥിലീൻ ഗ്രീൻ എങ്ങനെയാണ്? ടു സ്റ്റെയിൻ ന്യൂക്ലിയൈ, ഗോൾജി ബോഡീസ് ആൻഡ് പെക്റ്റിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസസ്, അതായത് പെക്റ്റിക് സബ്സ്റ്റൻസസ്. ഇനി അടുത്ത് തന്നിരിക്കുന്നത് കാർമിൻ എന്ന് പറഞ്ഞ ഡൈ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ ബേസിക് ഡൈ. ആൻഡ് ഇത് എന്ത് സ്റ്റെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ടു സ്റ്റെയിൻ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ക്രോമോസോംസ്. ഇനി സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഏത് കളറാണ് ഇമ്പാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ദേ ഇമ്പാർട്ട് എ പിങ്ക് കളർ. ഇനി സാഫ്രനിൻ. സാഫ്രനിൻ എന്താണ്? നമുക്കറിയാം ഒരു കൗണ്ടർ സ്റ്റെയിൻ ആണ്. കൗണ്ടർ സ്റ്റെയിൻ ആണ്. ആൻഡ് നമ്മളിത് ഏതിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാം സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ഓൾസോ എൻഡോസ്പോർ സ്റ്റെയിനിങ്. അപ്പോ ഇത്രയും സാധനങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതാണ് എന്തിനെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുക, അത് ബേസിക് ആണോ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി നോട്ട് ഫോർ സ്റ്റെയിനിങ് ക്രോമസോം എന്ന് പറയുന്നത് ഏതായിരിക്കും? സാഫ്രനിൻ, അതായത് ഓപ്ഷൻ ബി. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇത് ആക്ച്വലി എന്താണ് സ്പെല്ലിംഗ്? സാഫ്രനിൻ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി സാഫ്രനിൻ. കാരണം എന്താണ്? കാരണം അത് കൗണ്ടർ സ്റ്റെയിനിങ്ങിനാണ് ഉപയോഗിക്കുക, അല്ലാണ്ട് ക്രോമസോംസിനെ സ്റ്റെയിൻ ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിച്ചിരിക്കുന്നത് ഡിഫറെന്റ് സെൽസ് ഹാവ് ഡിഫറെന്റ് സൈസസ്. അറേഞ്ച് ദി ഫോളോയിങ് സെൽസ് ഇൻ an ascending order of their size. അപ്പൊ സൈസ് അനുസരിച്ച് ഏറ്റവും കുറവ് സൈസ് തൊട്ട് ഏറ്റവും കൂടുതൽ സൈസ് വരെ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഒന്നാമത്തെ എന്താണ്? മൈക്കോപ്ലാസ്മ. ഇനി നമുക്കറിയാം മൈക്കോപ്ലാസ്മയുടെ സൈസ് എത്രയാണ്? ഏറ്റവും സ്മോളസ്റ്റ് സെല്ലായിട്ടാണ് നമ്മൾ മൈക്കോപ്ലാസ്മനെ പഠിച്ചത്. ആൻഡ് മൈക്കോപ്ലാസ്മയുടെ സൈസ് അറൌണ്ട് 0.1 to 0.5 മൈക്രോമീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാമത്തെ എന്താ തന്നിരിക്കുന്നത്? ഓസ്ട്രിച്ച് എഗ്.
ഓസ്ട്രിച്ച് എഗ് നമുക്കറിയാം സൈസ് ഒന്നും നോക്കണ്ട, പക്ഷെ ലാർജസ്റ്റ് സെല്ലാണ് ഓസ്ട്രിച്ച് സെൽ. ഇനി തേർഡ് ഹ്യൂമൻ RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ്സിന്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് NCERT പറയുന്നത്? 6 to 8 മൈക്രോമീറ്റർ. ഇനി അടുത്ത് തന്നിരിക്കുന്നത് എന്താ? ബാക്ടീരിയ. അപ്പൊ ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ സൈസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ബാക്ടീരിയൽ സെൽ മെഷേഴ്സ് അറൌണ്ട് 3 to 5 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. അപ്പോൾ ഇതിനനുസരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറുത് ഏതായിട്ട് വരും? നമ്മുടെ മൈക്കോപ്ലാസ്മ. ഇനി ഏറ്റവും വലുത് ഏതായിട്ട് വരും? നമ്മുടെ ഓസ്ട്രിച്ച് സെൽ. ഇനി അത് കഴിഞ്ഞ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? അത് കഴിഞ്ഞ് ബാക്ടീരിയൽ സെൽ, അത് കഴിഞ്ഞ് RBCs അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ. ഇനി ആൻസർ പറയുന്നത് ഏറ്റവും ചെറുത് 1, ബിയിലും 1 ആണ് ഏറ്റവും ചെറുത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ബാക്ടീരിയ 4 വരും. അപ്പൊ 4, അത് കഴിഞ്ഞ് ഹ്യൂമൻ RBC 3, അത് കഴിഞ്ഞ് ഓസ്ട്രിച്ച് എഗ് 2. അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ ആൻസർ ഓപ്ഷൻ എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഇസ് കോമൺ ടു പ്രോകറിയോട്സ് ആൻഡ് മെനി യൂക്കറിയോട്സ്? ഓപ്ഷൻ എ തന്നിരിക്കുന്നത് പ്രോകറിയോട്സിനും യൂക്കറിയോട്ടിനും കോമൺ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ക്രോമാറ്റിൻ മെറ്റീരിയൽ ഇസ് പ്രസന്റ്. ഇനി ഓപ്ഷൻ ബി ചോദിച്ചിരിക്കുന്നത് സെൽ വാൾ ഇസ് പ്രസന്റ്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ്, മെംബ്രെയിൻ ബൗണ്ട് സബ് സെല്ലുലാർ ഓർഗനൽസ് പ്രസന്റ്. അപ്പോൾ ഇതിൽ ഏതാണ് കോമൺ? ഇപ്പൊ നമുക്കറിയാം ബാക്ടീരിയ, അതായത് പ്രോകറിയോട്ട് ആയാലും യൂക്കറിയോട്ട് ആയാലും ഏതിനായാലും എങ്ങനെയാണ്? ബാക്ടീരിയക്കും പ്രോകറിയോട്ടിനും യൂക്കറിയോട്ടിനും സെൽ വാൾ എന്ന് പറയുന്നത് ഒരു കോമൺ ഫീച്ചർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. ഇനി നമുക്കറിയാം ബാക്ടീരിയ, പ്രോകറിയോട്സിൽ ബാക്ടീരിയ എടുക്കുന്നു ആൻഡ് യൂക്കറിയോട്സിൽ എല്ലാ സെൽസിനും സെൽ വാൾ ഇല്ല, പക്ഷെ പ്ലാന്റ്സ് യൂക്കറിയോട്സിന്റെ താഴെ വരുന്നതാണ്. ആൻഡ് പ്ലാന്റ്സിന് എങ്ങനെയാണ്? സെൽ വാൾ ഉണ്ട്. ആൻഡ് നമ്മുടെ ക്രോമാറ്റിൻ മെറ്റീരിയൽ, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ജനറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ജനറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ പ്രോകറിയോട്ടില് നേക്കഡ് ആണ് ആൻഡ് നോട്ട് enveloped by nuclear membrane. ഇനി യൂക്കറിയോട്ടിൽ എങ്ങനെയാണ്? നമുക്കറിയാം എന്താണ്? നേക്കഡ് അല്ല ആൻഡ് പ്രോപ്പർ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസന്റ്. ഇനി ക്രോമാറ്റിൻ മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ? യൂക്കറിയോട്സിൽ മാത്രമേ ക്രോമാറ്റിൻ മെറ്റീരിയൽ കാണാൻ പറ്റുള്ളൂ. ഓൺലി ഇൻ യൂക്കറിയോട്സ് എന്ന് പറയാൻ പറ്റും. ഇനി നാലാമത്തെ ഓപ്ഷൻ വാസ് അബൌട്ട് സബ് സെല്ലുലാർ ഓർഗനൽസ്. സബ് സെല്ലുലാർ ഓർഗനൽസ് എങ്ങനെയാണ്? പ്രോകറിയോട്സിൽ വെൽ ഡിഫൈൻഡ് അല്ല ആൻഡ് മെംബ്രെയിൻ ബൗണ്ടും അല്ല, പക്ഷെ യൂക്കറിയോട്സിൽ മെംബ്രെയിൻ ബൗണ്ട് ആണ് ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചറും ഉള്ളതാണ്. പ്രോകറിയോട്ടിൽ നോട്ട് വെൽ ഡിഫൈൻഡ്, നോട്ട് മെംബ്രെയിൻ ബൗണ്ട്. ഇനി യൂക്കറിയോട്സിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? നമ്മുടെ ഓർഗനൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അബൌട്ട് ക്രോമാറ്റിൻ മെറ്റീരിയൽ ആൻഡ് സബ് സെല്ലുലാർ ഓർഗനൽസ്. ഇനി നോക്കുമ്പോൾ എങ്ങനെയാണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ രണ്ടുപേർക്കും പ്രസന്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പ്രോകറിയോട്സിന് നേക്കഡ് ആണ് ആൻഡ് യൂക്കറിയോട്സിന് പ്രസന്റ് ആണ്. ഇനി ക്രോമാറ്റിൻ മെറ്റീരിയൽ സീൻ ഓൺലി ഇൻ യൂക്കറിയോട്സ്, അതേപോലെ മെംബ്രെയിൻ ബൗണ്ട് സബ് സെല്ലുലാർ ഓർഗനൽസും ഓൺലി ഇൻ യൂക്കറിയോട്സ്. അപ്പൊ ആൻസർ എന്തിനും സെൽ വാൾ ഇസ് പ്രസന്റ്. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
who proposed the fluid mosaic model of plasma membrane? ഇപ്പൊ പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ സി, സിംഗർ ആൻഡ് നിക്കോൾസൺ. അപ്പൊ an improved model of the structure of cell membrane was proposed by S.J. Singer and J.L. Nicholson in the year 1972. ഇനി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. Which of the following statements is true for a secretory cell? ഒരു സെക്രീഷനുമായിട്ട് കൺസേൺഡ് ആയിരിക്കുന്ന ഒരു സെല്ലിന്റെ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ്? അപ്പോ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താ? ഗോൾജി അപ്പാരറ്റസ് ആബ്സെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെൽ ഓർഗനൽസ് പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഗോൾജി അപ്പാരറ്റസ് ആണ് ഒരു സെല്ലിലെ പ്രോട്ടീൻസിനെ മോഡിഫൈയും പാക്കും ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിങ് പ്രോട്ടീൻസ്. അപ്പോൾ അവരെങ്ങനെയാണ് ഇങ്ങനെ പാക്കേജിങ്ങും മോഡിഫിക്കേഷനും ഒക്കെ ചെയ്യണമെങ്കിൽ they should be abundant in a secretory cell. ഇനി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവര് മെയിൻലി ഈസ് കൺസേൺഡ് വിത്ത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും? കാരണം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹാസ് റൈബോസോംസ്. അവരില് റൈബോസോംസ് പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് അവരെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദീസ് റൈബോസോംസ് ക്യാരി ഔട്ട് ട്രാൻസ്ലേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു, സിന്തസിസ് ഉണ്ടാക്കുന്നു പ്രോട്ടീന്റെ. അപ്പോൾ നമുക്ക് സെക്രീറ്ററി സെല്ലിൽ എടുത്തു നോക്കിയാൽ RERും എങ്ങനെയായിരിക്കും? അബണ്ടന്റ് ആയിരിക്കും. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ SER എടുത്ത് നോക്കുകയാണെങ്കിൽ ദേ ലാക്ക് റൈബോസോംസ്. അവരിൽ റൈബോസോംസ് കാണാൻ പറ്റില്ല. ആൻഡ് അവര് മോസ്റ്റ്ലി എവിടെയായിരിക്കും കാണുന്നത്? മോസ്റ്റ്ലി ഇൻ ദ പെരിഫറൽ പാർട്ട് ഓഫ് സെൽ, അതായത് പെരിഫറി, അതായത് റിമ്മിന്റെ റൗണ്ടില്. അപ്പോ ഈ മൂന്നെണ്ണത്തിന്റെ സ്പെസിഫിക് ഫങ്ഷൻസ് അറിഞ്ഞിരിക്കാം. ഇനി ഫോർത്ത് തന്നിരിക്കുന്നത് എന്താ? സെക്രട്ടറി ഗ്രാന്യൂൾസ് ആർ ഫോംഡ് ഇൻ ന്യൂക്ലിയസ്. അതെന്താണ്? ആർ നോട്ട് ഫോംഡ് ഇൻ ന്യൂക്ലിയസ്. കാരണം അത് സൈറ്റോപ്ലാസ്റ്റിലാണ് ഉണ്ടാവുന്നത്. കാരണം സെക്രട്ടറി ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ഗ്രാന്യൂൾസ് ആരുണ്ടാക്കുന്ന? നമ്മുടെ RERും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും റൈബോസോംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രാന്യൂൾസ് ആണ്. ആൻഡ് അത് ന്യൂക്ലിയസിനുള്ളിലല്ല, ന്യൂക്ലിയസിന്റെ പുറത്താണ്. അപ്പൊ അതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. ഇതില് ആബ്സെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അബണ്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഇവിടെ ആൻസർ നോട്ടാണ്. ആൻഡ് ഓൺലി SER ഇസ് പ്രസന്റ് എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ റൈബോസോംസ് ഇല്ല. അവിടെ റൈബോസോംസ് ഇല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ആബ്സെന്റ് ആയിരിക്കും. ട്രാൻസ്ലേഷൻ ആബ്സെന്റ് ആണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നില്ല. ഇനി 9th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ടോണോപ്ലാസ്റ്റ്? അപ്പോ ടോണോപ്ലാസ്റ്റ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? വാക്യൂൾ ആദ്യം മെംബ്രെയിൻ ബൗണ്ട് ആണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ മെംബ്രെയിൻ ബൗണ്ട് വാക്യൂളിന്റെ ആ മെംബ്രെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോണോപ്ലാസ്റ്റ്. അപ്പോ ഇതിന് ആൻസർ എന്ത് വരും? ഇറ്റ് ഈസ് ദ മെംബ്രെയിൻ ബൗണ്ടറി ഓഫ് ദി വാക്യൂൾ ഓഫ് പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിലെ വാക്യൂളിന്റെ മെംബ്രെയിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following is not true for an eukaryotic cell? യൂക്കറിയോട്ടിക് സെല്ലിന് ശരിയല്ലാത്ത ഏതാണ് ക്വസ്റ്റ്യൻ? സെൽ വാൾ is made up of peptidoglycans. അപ്പോ പെപ്റ്റിഡോഗ്ലൈക്കൻസ് എവിടെയാണ്? ബാക്ടീരിയയില് പ്രസന്റ് ആണ്. പക്ഷെ യൂക്കറിയോട്സില് ആബ്സെന്റ് ആണ്. ഇനി യൂക്കറിയോട്ടിക് സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടല്ല, മറിച്ച്
സെല്ലുലോസ് ആവാം, അല്ലെങ്കിൽ ഹെമി സെല്ലുലോസ് ആവാം, അല്ലെങ്കിൽ പെക്റ്റിൻ ആവാം, അല്ലെങ്കിൽ കൈറ്റിൻ ആവാം. ഇനി ഫസ്റ്റ് ഇതറിഞ്ഞിരിക്കുക, പെപ്റ്റിഡോഗ്ലൈക്കൻസ് പ്രോക്കറിയോട്സിൽ മാത്രമേ ഉള്ളൂ, യൂക്കറിയോട്സിൽ ഇല്ല. ഇനി ഇറ്റ് ഹാസ് 80s ടൈപ്പ് ഓഫ് റൈബോസോംസ്. അതെന്ന് പറയുന്നത് ശരിയായ സെന്റൻസ് ആണ്. അവർക്ക് 80s ടൈപ്പ് ഓഫ് റൈബോസോം ആണ് കാണാൻ പറ്റുന്നത്. ഇനി മൈറ്റോകോൺട്രിയയില്, യൂക്കറിയോട്ടിക് സെല്ലില് എങ്ങനെയാണ് നമുക്കറിയാം, മൈറ്റോകോൺട്രിയയിലെ സർക്കുലർ DNA തന്നെയാണ് ഉള്ളത്. ഇനി മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആർ പ്രസന്റ് ഇൻ യൂക്കറിയോട്സ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ എന്ന് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് ട്രൂ ഫോർ പ്ലാസ്മ മെംബ്രെയിൻ? പ്ലാസ്മ മെംബ്രെയിനെ വെച്ച് നോക്കുമ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്? ഇനി ഓപ്ഷൻ എ തന്നിരിക്കുന്നത് പ്രസന്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. അതെങ്ങനെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്ലാന്റ് സെൽ ആയാലും ആനിമൽ സെൽ ആയാലും പ്ലാസ്മ മെംബ്രെയിൻ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇനി ലിപ്പിഡ് ഇസ് പ്രസന്റ് ആസ് എ ബൈലെയർ ഇൻ ഇറ്റ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ, നമുക്കറിയാം ലിപ്പിഡ്സ് ഇങ്ങനെ ബൈലെയറിൽ നമ്മൾ പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലോ അങ്ങനെ ഏത് സ്ട്രക്ചർ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഇനി ഓപ്ഷൻ സി എന്താ? പ്രോട്ടീൻസ് ആർ പ്രസന്റ് ഇന്റഗ്രേറ്റഡ് ആസ് വെൽ as ലൂസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ലിപ്പിഡ് ബൈലെയർ. അതായത് നമുക്ക് ഈ ലിപ്പിഡ് ബൈലെയറിനോട് നമുക്ക് എന്തെന്ന് കാണാൻ പറ്റും? അസോസിയേറ്റഡ് പ്രോട്ടീൻസ് കാണാൻ പറ്റും. അപ്പൊ അതും എങ്ങനെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി എന്താ? കാർബോഹൈഡ്രേറ്റ്സ് ആർ നെവർ ഫൗണ്ട് ഇൻ ഇറ്റ്. അതിന്റെ അർത്ഥം എന്താ? കാർബോഹൈഡ്രേറ്റ്സ് തീരെ ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് വരും? കാർബോഹൈഡ്രേറ്റ്സ് ആർ നെവർ ഫൗണ്ട് ഇൻ ഇറ്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ പ്ലാസ്മ മെംബ്രെയിൻ യൂക്കറിയോട്സിലും ഉണ്ടാവും, പ്രോക്കറിയോട്സിലും ഉണ്ടാവും. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു? പ്ലാസ്മ മെംബ്രെയിൻ മേഡപ്പ് ഓഫ് ബൈലെയർ, അതായത് 2 ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ്. ഇനി പ്രോട്ടീൻസ് എങ്ങനെയാണ്? പെരിഫറൽ പ്രോട്ടീൻസ് നമുക്ക് കാണാൻ പറ്റും. അത് പെരിഫറിയിലെ പ്രോട്ടീൻസും കാണാൻ പറ്റും. ഇനി ഇന്റഗ്രൽ ആയിട്ടുള്ള പ്രോട്ടീൻസും കാണാൻ പറ്റും. ഇന്റഗ്രൽ പ്രോട്ടീൻസ്. ഇനി പെരിഫറൽ പ്രോട്ടീൻസ് എങ്ങനെയാണ്? ലൂസ്ലി അസോസിയേറ്റഡ് ആൻഡ് on the surface of plasma membrane. പക്ഷെ ഇന്റഗ്രൽ പ്രോട്ടീൻ പേര് പോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത്, അതായത് അകത്തേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കിടക്കാണ്. അതിന്റെ അർത്ഥം എന്താ? ദേ ആർ പാർഷ്യലി അല്ലെങ്കിൽ ടോട്ടലി ബറീഡ് ആണ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവര് ഓൾറെഡി ലിപ്പിഡ്സിനും പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റഡ് ആണ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോലിപ്പിഡ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഗ്ലൈക്കോ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്. ഇനി ഫാറ്റുമായിട്ട്, അതായത് ലിപ്പിഡുമായിട്ടാണ് അസോസിയേറ്റ് എടുക്കുന്നതെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡ്. ഇനി പ്രോട്ടീനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൈക്കോപ്രോട്ടീൻ. ഇനി അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്തായിരിക്കും? സിഗ്നലിംഗ് പാത്വേയില് ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആണ്. അത് കൂടാണ്ട് തന്നെ സെൽ സർഫസ് മാർക്കേഴ്സും കൂടിയാണ് അവിടെ ഗ്ലൈക്കോലിപ്പിഡ്സും ഗ്ലൈക്കോപ്രോട്ടീനും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. സെൽ മെംബ്രെയിനിൽ ബൈ ലെയർ ഓഫ് ലിപ്പിഡ്സ് കാണാൻ പറ്റും,
അറേഞ്ച്ഡ് ആസ് ബൈലെയർ, അതായത് ഫോസ്ഫോലിപ്പിഡിന്റെ ബൈലെയർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിനോട് തന്നെ സെൽ മെംബ്രെയിൻസിൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ആരൊക്കെയാണ്? പ്രോട്ടീൻസ് കാണാം ആൻഡ് കാർബോഹൈഡ്രേറ്റ്സും കാണാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 ചോദിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിഡ്സ് ഡിഫർ ഫ്രം മൈറ്റോകോൺട്രിയ ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. മാർക്ക് ദി റൈറ്റ് ആൻസർ. പ്ലാസ്റ്റിഡ്സും മൈറ്റോകോൺട്രിയയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രസൻസ് ഓഫ് 2 layers ഓഫ് മെംബ്രെയിൻ നമുക്ക് ഏതിലും കാണാൻ പറ്റും? പ്ലാസ്റ്റിഡ്സിലും കാണാൻ പറ്റും, മൈറ്റോകോൺട്രിയയിലും കാണാൻ പറ്റും. രണ്ടിനും ഇന്നർ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? ശരിയാണ്. ഇനി പ്രസൻസ് ഓഫ് റൈബോസോം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതും കോമൺ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഇൻ പ്ലാസ്റ്റിഡ്സ് ആൻഡ് മൈറ്റോകോൺട്രിയ. അപ്പൊ അത് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി പ്രസൻസ് ഓഫ് DNA, ഓപ്ഷൻ ഡി, പ്രസൻസ് ഓഫ് DNA, അതും എങ്ങനെയാണ്? വിച്ച് ഇസ് എ കോമൺ ഫീച്ചർ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ബോത്ത് പ്ലാസ്റ്റിഡ്സ് ആൻഡ് മൈറ്റോകോൺട്രിയ. ഇനി ഓപ്ഷൻ സി, പ്രസൻസ് ഓഫ് തൈലക്കോയിഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതിലേ കാണാൻ പറ്റുള്ളൂ? അതായത് നമുക്കിത് പ്ലാസ്റ്റിഡ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആൻഡ് നോട്ട് ഇൻ മൈറ്റോകോൺട്രിയ. അപ്പോ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, അതായത് തൈലക്കോയിഡ്സ് ആർ പ്രസന്റ് ഇൻ പ്ലാസ്റ്റിഡ്സ് ബട്ട് നോട്ട് ഇൻ മൈറ്റോകോൺട്രിയ. ആൻഡ് ഈ ബോത്ത്, അതായത് രണ്ടും പ്ലാസ്റ്റിഡ്സ് ആയാലും മൈറ്റോകോൺട്രിയ ആയാലും 2 ലേയേഴ്സ് ഉണ്ട് ആൻഡ് റൈബോസോം അവരുടെ ഉള്ളിലുണ്ട് ആൻഡ് DNA അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. Question number 13. Which of the following is not a function of cytoskeleton in a cell? അപ്പോ സൈറ്റോസ്കെലറ്റന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബി എങ്ങനെയാണ്? മെയിൻ്റെനൻസ് ഓഫ് സെൽ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ. ഓപ്ഷൻ സി, സപ്പോർട്ട് ഓഫ് ദി ഓർഗനൽ. ഓപ്ഷൻ ഡി, സെൽ മോട്ടിലിറ്റി. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നമുക്ക് എന്തൊക്കെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും? മെയിൻ്റെനൻസ് ഓഫ് സെൽ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ആരുടെ ഫംഗ്ഷൻ ആണ്? സൈറ്റോസ്കെലറ്റന്റെ ഫംഗ്ഷൻ ആണ്. ഇനി സപ്പോർട്ട് ഓഫ് ദി ഓർഗനൽ സൈറ്റോസ്കെലറ്റന്റെ ഫംഗ്ഷൻ ആണ് അലോങ് വിത്ത് സെൽ മോട്ടിലിറ്റി. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും? ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ എ. NCERT സെന്റൻസ് എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈറ്റോസ്കെലറ്റൻ ഇസ് ഇൻവോൾവ്ഡ് ഇൻ functions such as mechanical support, motility, and maintenance of shape of the cell. Ini, question number 14. The stain used to visualize mitochondria is, അതായത് മൈറ്റോകോൺട്രിയനെ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ താഴെ കൂടി നോക്കണമെങ്കിൽ ഏത് സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മൾ മൈറ്റോകോൺട്രിയനെ മൈക്രോസ്കോപ്പിയിലേക്ക് കൂടി കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ജാനസ് ഗ്രീൻ എന്ന് പറയുന്ന സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഫാക്ട് ആണ്, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാക്യൂൾ ഇൻ എ പ്ലാന്റ് സെൽ? നമുക്കറിയാം വാക്യൂൾ പ്ലാന്റ് സെൽസിൽ നമുക്ക് വലിയ സൈസിൽ തന്നെ കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബേസിക്കലി വാക്യൂൾ എന്താണ് ചെയ്യുന്നത്? അതായത് എംപ്റ്റി സ്പേസ് ആണ് വാക്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കവേർഡ് ബൈ എ ഡബിൾ മെംബ്രെയിൻ. ആ മെംബ്രെയിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ്. ഇനി ഈ ടോണോപ്ലാസ്റ്റിനാൽ കവർ ചെയ്ത് കിടക്കുന്ന ഈ എംപ്റ്റി സ്പേസ് അല്ലെങ്കിൽ വാക്യൂളിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? സ്റ്റോറേജിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അലോങ് വിത്ത് സെൽ ഇലോങ്ങേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് സെൽ ഇലോങ്ങേഷനും പ്രൊട്ടക്ഷനും സ്റ്റോറേജിനും ഡിസ്പോസലിനും നമുക്ക് എന്തെന്നും ഉപയോഗിക്കാൻ പറ്റും? വാക്യൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി വാക്യൂൾസിനെ കുറച്ച് അല്ലാത്ത ഫാക്ട്സ് എന്താണ്? ഇതൊരു മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ്. എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഇൻ സൈറ്റോപ്ലാസം. ഇനി ഇത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഉണ്ടോ, ഏതിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഫൗണ്ട് ബോത്ത് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല് പ്ലാന്റ് സെല്ലില് ഇത് ഓൾമോസ്റ്റ് 90% സ്പേസും ഒക്യുപ്പൈ ചെയ്യും. അതായത് പ്ലാന്റ് സെല്ലില് ഇതാണ് സെല്ലെങ്കിൽ ഓൾമോസ്റ്റ് 90% എന്താണ് നമ്മുടെ
വാക്യൂളാണ് പ്ലാന്റ് സെല്ലിന്റെ കോമ്പോസിഷനിൽ വരുന്നത്. പക്ഷെ ആനിമൽ സെല്ലില് ഈ വാക്യൂൾ ഭയങ്കര ചെറിയ സൈസ് ആയിരിക്കും. ഇനി ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. എന്തൊക്കെ? സ്റ്റോറേജ്, വേസ്റ്റ് ഡിസ്പോസൽ, സെൽ ഇലോങ്ങേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡസ് എസ് റെഫർ ടു ഇൻ എൻ 70S and 80S റൈബോസോം. അതായത് റൈബോസോമിന്റെ സബ് യൂണിറ്റ്സ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 70S and 80S. ഈ എസ് എന്ന് പറയുന്നത് it is a unit which is called as Swedberg's unit അല്ലെങ്കിൽ sedimentation coefficient. ഇനി ഇത് എന്തിന്റെ മെഷറാണ്? Swedberg's unit അല്ലെങ്കിൽ sedimentation coefficient. It is ഒരു ഇൻഡയറക്റ്റ് മെഷർ ആണ്. എന്തിന്റെ? ഇൻഡയറക്ട്ലി എ മെഷർ ഓഫ് ഡെൻസിറ്റി. അതായത് റൈബോസോംസിന്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ സൈസ് എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ സ്വെഡ്ബർഗ്സ് യൂണിറ്റ് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് ചോദിച്ചിരിക്കുന്നത്? മെൻഷൻ എ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ വിച്ച് ഇസ് റിച്ച് ഇൻ ഹൈഡ്രോലിറ്റിക് എൻസൈംസ്. ഹൈഡ്രോലിറ്റിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോലൈസിസ്, ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കേജ്. അപ്പോൾ വാട്ടർ ഉപയോഗിച്ച് ബ്രേക്കേജ് ചെയ്യുന്ന എൻസൈംസ് എവിടെയാണ് കാണാൻ പറ്റുക? നമുക്കറിയാം ലൈസോസോമിലാണ് ഇത്തരം എൻസൈംസ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനത്തെ? ഹൈഡ്രോലിറ്റിക് ആയിട്ടുള്ള എൻസൈംസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ടാകുമ്പോൾ ആ എൻസൈംസ് വെച്ച് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും വേണ്ടാത്ത വേസ്റ്റ് ഡിസ്പോസ്ഡ് റീജിയനോ അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് എമർജൻസി നമ്മുടെ ഹോൾ സെല്ല് തന്നെ നമുക്ക് ഈ ലൈസോസോം വെച്ച് നശിപ്പിക്കാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 വാട്ട് ആർ ഗ്യാസ് വാക്യൂൾസ്? സ്റ്റേറ്റ് ദെയർ ഫങ്ഷൻസ്. എന്താണ്? ഒരുപാട് ഹോളോ ആയിട്ടുള്ള അതായത് പൊള്ളയായിട്ടുള്ള സിലിണ്ടറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സിന്റെ ഒരു വലിയ അഗ്രഗേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്യാസ് വാക്യൂൾ. ഇനി ആ ഗ്യാസ് വാക്യൂളിന്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ ടു സ്റ്റോർ മെറ്റബോളിക് ഗ്യാസസ്. ഗ്യാസ് വാക്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, സ്പേസ്, ഉള്ളിൽ സ്പേസ് ഉള്ള ഒരു വാക്യൂൾ ആണ്. ആൻഡ് ഇറ്റ് മൈറ്റ് കണ്ടെയ്ൻ ഗ്യാസസ്, അതായത് മെറ്റബോളിക് ഗ്യാസസ് സ്റ്റോർ ചെയ്യാനും ആൻഡ് helps in providing buoyancy. അതൊരു അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കാനും ഏത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഗ്യാസ് വാക്യൂൾ ഹെൽപ്പ് ചെയ്യും. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ആണ് ഓഫ് ഹോളോ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ്. ഇതിന് സൊല്യൂഷൻ എന്ത് വരും? അഗ്രിഗേറ്റ്സ് ആണ് ഓഫ് ഹോളോ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ്. ഇനി അവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ചില ബാക്ടീരിയയിൽ നമുക്ക് ഗ്യാസ് വാക്യൂൾസ് കാണാൻ പറ്റും. ആൻഡ് ഈ വെസിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസ് വാക്യൂൾസിന് ഉള്ളിൽ കാണുന്ന വെസിക്കിൾസിന്റെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും വഴി, അതായത് വീർത്ത് വരിക, ആ വീർത്തത് ഇല്ലാണ്ട് പഴയ അവസ്ഥയിലേക്ക് വരിക, ഇത് കൂടി അവർക്ക് ബോയിൻസി പ്രൊവൈഡ് ചെയ്യാം, അലൗവിങ് നമ്മുടെ ബാക്ടീരിയത്തിന് ഫ്ലോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. അപ്പൊ ഇത്രയാണ് ഗ്യാസ് വാക്യൂളിന്റെ ഡെഫിനിഷനും ഫങ്ഷനും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് എ പോളിസോം? പോളിസോം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒരു സിംഗിൾ mRNA അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ mRNA ആണ്. mRNA മൾട്ടിപ്പിൾ റൈബോസോംസ്. അപ്പോൾ സെവറൽ റൈബോസോംസ് അറ്റാച്ച് ടു എ സിംഗിൾ mRNA. ഇത് MCQല് ചോദിക്കാം. എന്നിട്ട് അവർ തരും സെവറൽ mRNA അറ്റാച്ച് ടു സിംഗിൾ റൈബോസോം അല്ലെങ്കിൽ സിംഗിൾ റൈബോസോം അറ്റാച്ച് ടു സെവറൽ mRNA എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി അവരൊരു പോളിസോം ഫോം ചെയ്യും. ഇനി പോളിസോം ഉള്ളത് കൊണ്ട് എന്ത് പറ്റും? നമ്മുടെ ഹോൾ mRNA പല പല സെഗ്മെന്റ്സിൽ ആയിട്ട് എന്ത് നടക്കും? ട്രാൻസ്ലേഷൻ നടക്കും. അതായത് ആക്റ്റീവ് പ്രോട്ടീൻ സിന്തസിസ് നടക്കും ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടീൻസ്. അതായത് ബേസിക്കലി ഒരു mRNA ഉണ്ട്, അതിൽ റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്
ആൻഡ് ഇത്ര സെഗ്മെന്റ്സ് ആയിട്ട് അവര് പ്രോട്ടീൻ 1, പ്രോട്ടീൻ 2 എന്നുള്ള രീതിയിൽ ഓരോ ഭാഗത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെതായ റെസ്പെക്റ്റീവ് പ്രോട്ടീൻ ഫോർമേഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് എ മെറ്റാസെൻട്രിക് ക്രോമോസോം? ഒരു മെറ്റാസെൻട്രിക് ക്രോമോസോമിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ആദ്യം എന്തറിയണം, എന്താണ് ഒരു മെറ്റാസെൻട്രിക് ക്രോമോസോം? മെറ്റാസെൻട്രിക് ക്രോമോസോം എന്ന് പറഞ്ഞാല് അതിന്റെ സെൻട്രോമിയർ എവിടെയായിരിക്കും? മിഡിലായിരിക്കും. മിഡിൽ സെൻട്രോമിയർ. ആൻഡ് അവരുടെ ആംസിന്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആംസ് ആയിരിക്കും. അതായത് നമുക്കറിയാം ക്രോമോസോം പല രീതിയിലാവാം. ഇതാണ് സെൻട്രോമിയർ എങ്കിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഒന്ന് വലുത് ഒന്ന് ചെറുത്, അങ്ങനെ പല രീതിയിലാവാം. പക്ഷെ മെറ്റാസെൻട്രിക്കില് എങ്ങനെ തന്നെയായിരിക്കും? ഏറ്റവും നടുക്ക് സെൻട്രോമിയർ വന്ന് ഈക്വൽ ആംസ് ആയിരിക്കും. ഇതാണ് മെറ്റാസെൻട്രിക് ക്രോമോസോമിന്റെ ഫീച്ചർ. ഇനി ഇറ്റ് ഹാസ് എ മിഡിൽ അല്ലെങ്കിൽ മീഡിയൽ ആയിട്ടുള്ള സെൻട്രോമിയർ ഉണ്ട് വിത്ത് 2 ഈക്വൽ ആംസ് ഓഫ് ദി ക്രോമോസോം. ഇനി ഈ ഷേപ്പ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വി ഷേപ്ഡ് ക്രോമോസോം ആയിട്ടാണ് നമ്മൾ മെറ്റാസെൻട്രിക് ക്രോമോസോമിന്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി വാട്ട് ഇസ് റെഫേർഡ് ടു ആസ് സാറ്റലൈറ്റ് ക്രോമോസോം? എന്തിനാണ് നമ്മൾ സാറ്റലൈറ്റ് ക്രോമോസോം എന്ന് വിളിക്കുന്നത്? അപ്പൊ സാറ്റലൈറ്റ് ക്രോമോസോം എന്ന ടേം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ ഒരു ടൈപ്പ് ക്രോമോസോം ആണ്. ഇനി ക്രോമോസോം ആണ് ആൻഡ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ടു ബി കോൾഡ് ആസ് സാറ്റലൈറ്റ് ക്രോമോസോം. അപ്പോ ക്രോമോസോംസ് ഹാവിംഗ് നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻസ്, സ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സെക്കൻഡറി കൺസ്ട്രക്ഷൻ അവർക്ക് ഉണ്ടാവും. ആൻഡ് ഈ സെക്കൻഡറി കൺസ്ട്രക്ഷന്റെ പ്രത്യേകത എന്താ? അവര് അറ്റ് പെർട്ടിക്കുലർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലൊക്കേഷനിലായിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ക്രോമോസോം എടുത്തു, അതിൽ ചില നോൺ സ്റ്റെയിനിങ് ആയിട്ടുള്ള സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് കണ്ടു. ആൻഡ് ഇത് നമുക്ക് കാണുമ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് അപ്പിയർ ചെയ്യുന്നു? ഒരു ചെറിയ ഫ്രാഗ്മെന്റ് കോൾഡ് സാറ്റലൈറ്റ് പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും. ഇനി ഇത്തരം ക്രോമോസോംസ് വിത്ത് നോൺ സ്റ്റെയിനിങ് സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് അറ്റ് ദ കോൺസ്റ്റന്റ് ലൊക്കേഷൻ അപ്പിയറിംഗ് അല്ലെങ്കിൽ ഗിവിംഗ് അപ്പിയറൻസ് of a small fragment. ഈ സ്മോൾ ഫ്രാഗ്മെന്റ് വരാൻ കാരണം എന്താ? കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് സെക്കൻഡറി കൺസ്ട്രക്ഷൻ വന്ന് അതിന്റെ അങ്ങോട്ട് ചെറിയൊരു ഫ്രാഗ്മെന്റ് ഒറ്റപ്പെട്ട് കൊടുക്കാന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാറ്റലൈറ്റ് ക്രോമോസോം. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ ബേസിക്കലി നോട്ട് ചെയ്ത് വെക്കുക. നോൺ സ്റ്റെയിനിങ് ആണ്, സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ട്, ആൻഡ് ഈ സെക്കൻഡറി കൺസ്ട്രക്ഷൻ കോൺസ്റ്റന്റ് ലൊക്കേഷനിലായിരിക്കും. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണ്? ചില ക്രോമോസോംസിന് ചില സമയം, എല്ലാ ക്രോമോസോംസിനും ഉണ്ടെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല, ചില ക്രോമോസോംസിന് നോൺ സ്റ്റെയിനിങ് സ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ട് ചില പെർട്ടിക്കുലർ ലൊക്കേഷൻസിൽ. ഇനി ഇതിനെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഒരു ചെറിയ ഫ്രാഗ്മെന്റ് ഉള്ളതുപോലെ തോന്നും. ഈ ചെറിയ ഫ്രാഗ്മെന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ട്രബാൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ക്രോമോസോംസ്, അതായത് സാറ്റ് ക്രോമോസോം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ക്രോമോസോം എന്ന് പറയാൻ പറ്റും. ഇനി ഇത്തരം ക്രോമോസോംസ് കൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയസിൽ കാണുന്ന ചെറിയ സ്ട്രക്ചേഴ്സ് കോൾഡ് ന്യൂക്ലിയോലസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്കസ് ബ്രീഫ്ലി ദ റോൾ ഓഫ് ന്യൂക്ലിയോലസ് ഇൻ ദ സെൽസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയോലസിന്റെ റോൾ ആൻഡ് പ്രോട്ടീൻ സിന്തസിസുമായിട്ട് കൺസേൺ ചെയ്യുന്ന സെൽസിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ന്യൂക്ലിയോലസിനുള്ളത്? അപ്പോൾ നമുക്ക് എന്തറിയാം? നമ്മുടെ ന്യൂക്ലിയസിൽ എടുത്തു നോക്കിയാൽ ന്യൂക്ലിയസിലെ ചില സ്മോൾ സ്ഫെറിക്കൽ ബോഡീസ്
ചെറുതായിട്ടുള്ള റൗണ്ട്, അതായത് സ്ഫിയറിന്റെ ഷേപ്പിലുള്ള ചില ബോഡീസിനെ കാണാൻ പറ്റും. ഇനി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയോളസ്. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ല. ഇനി അതിന്റെ ഫങ്ഷൻ അവിടെ എന്താണ് നടക്കുന്നത്? ആക്റ്റീവ് ആയിട്ടുള്ള റൈബോസോമൽ RNA, അതായത് നമ്മൾ rRNA എന്ന് പറയും. അതായത് RNAയുടെ ഒരു ടൈപ്പ്. RNAക്ക് പല ടൈപ്സ് ഉണ്ട്. rRNA അല്ലെങ്കിൽ mRNA അല്ലെങ്കിൽ tRNA. അതിലൊരു ടൈപ്പ് RNA ആയ rRNAന്റെ ആക്റ്റീവ് സിന്തസിസ് കൺസേൺ ചെയ്യുന്ന ചെറിയ ചെറിയ മെംബ്രെയിൻ ഇല്ലാത്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോളസ് എന്ന് വിളിക്കുന്നത്. ഇനി അത് കൂടാണ്ട് റൈബോസോമൽ RNA സിന്തസിസ് അല്ലാണ്ട് ഇത് വേറെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ റൈബോസോമൽ പ്രോട്ടീൻസ്, നമുക്കറിയാം നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ചില റൈബോസോം ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനെ റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നമ്മുടെ ന്യൂക്ലിയോളസിന്റെ ഫങ്ഷൻ തന്നെയായിട്ട് വരും. അപ്പോൾ ഇതാണ് ഒരു സെല്ല് കുറെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്, അത് കുറെ സെക്രീഷൻ നടത്തുന്നുണ്ട്. ഈ ഉണ്ടാക്കിയ ചില പ്രോട്ടീൻസിനെ റിസീവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അല്ലാണ്ട് നമ്മുടെ rRNA സിന്തസൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയോളസിന്റെ ഫങ്ഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സ്പ്ലെയിൻ ദി അസോസിയേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇച്ചിരി മുമ്പ് വേറെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്ത്? കാർബോഹൈഡ്രേറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ നമ്മൾ ഏത് ഫോമിലാണ് കണ്ടത്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആയിട്ടും ഗ്ലൈക്കോ ലിപ്പിഡ്സ് ആയിട്ടും നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് അസോസിയേഷൻ നടത്തുന്നുണ്ട്. ആൻഡ് ഈ ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ഗ്ലൈക്കോസൈലേഷൻ നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഗ്ലൈക്കോ ലിപ്പിഡും ഗ്ലൈക്കോ പ്രോട്ടീനും ആക്ടിവേറ്റ് മെനി സിഗ്നലിംഗ് പാത്വേ. അലോങ് വിത്ത് ദാറ്റ്, ഈ സിഗ്നലിംഗ് പാത്വേ ഉള്ളത് കൊണ്ട് തന്നെ അതും ചെയ്യുന്നു. അത് കൂടാണ്ട് നമുക്ക് സെൽ അതായത് ചില മാർക്കേഴ്സ് ഉണ്ടാക്കുന്നു, അതായത് സിന്തസിസ് ഓഫ് സർട്ടൻ മാർക്കേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലൈക്കോ പ്രോട്ടീൻസിനും ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെയും ഫങ്ഷൻ. ആൻഡ് അത് കൂടാണ്ട് സെൽ റെക്കഗ്നിഷനും അഡഷനും ഉപയോഗിക്കാം. നമ്മുടെ ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിഗ്നലിംഗ് പാത്വേ, സെൽ സർഫസ് മാർക്കേഴ്സ്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് അഡഷൻ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ഫങ്ഷൻ. ഇത് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കമന്റ് ഓൺ ദി കാർട്ട്വീൽ സ്ട്രക്ചർ ഓഫ് സെൻട്രിയോൾ. സെൻട്രിയോളില് കാണാൻ പറ്റുന്ന കാർട്ട്വീൽ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന പോലെ തന്നെ ഈ ക്വസ്റ്റ്യനും ആദ്യം എന്താണ് സെൻട്രോമിയർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊരു സെൽ ഓർഗനലാണ്. ആൻഡ് ഈ സെൽ ഓർഗനില് 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓരോ സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സിനെയും നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രിയോൾസ്. സെൻട്രോമിയർ അല്ല, സെൻട്രോസോം. അത് തെറ്റിപ്പോയത്. സെൻട്രോമിയർ എവിടെയാണ്? നമ്മുടെ ക്രോമോസോമിന്റെ സ്ട്രക്ചറിൽ കാണുന്ന നടുക്കുള്ള കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രോമിയർ. ഇവിടെ 2 സെൻട്രോസോം ആണ് ആ ടേം. ഇനി സെൻട്രോസോം ഒരു സെൽ ഓർഗനലാണ്. അതിൽ 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഈച്ച് വൺ ബീങ് കോൾഡ് ആസ് സെൻട്രിയോൾസ്. ഇനി ഈ സെൻട്രിയോൾസ് എങ്ങനെയാണ്? ദേ ലൈ, രണ്ടെണ്ണുണ്ട് നമുക്കറിയാം. ദേ ലൈ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി അതില് ഓരോന്നിന്റെയും സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ എന്ത് സ്ട്രക്ചർ ആയിട്ടാണ്? കാർട്ട് വീൽ ഓർഗനൈസേഷൻ. ആൻഡ് ഈ കാർട്ട് വീൽ ഓർഗനൈസേഷനില് എല്ലാ പെരിഫറൽ ഫൈബ്രിൽസും നമ്മൾ പറയുന്നത് ട്രിപ്ലെറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അത് കൂടാണ്ട് കുറെ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. ആൻഡ് ഈച്ച് അഡ്ജസന്റ് ട്രിപ്ലെറ്റ്, അതായത് അടുത്തടുത്തുള്ള ട്രിപ്ലെറ്റ്സ് എങ്ങനെയാണ്? ദേ ആർ ലിങ്ക്ഡ് ടു ഈച്ച് അതർ.
അപ്പോൾ എന്ത് സെൻട്രോസോമില് 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട് ആൻഡ് അവര് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈ ചെയ്യുന്നത് ആൻഡ് അതിൽ ഓരോന്നിനെയും നമ്മൾ എന്തെന്ന് വിളിച്ചു? നമ്മൾ സെൻട്രിയോൾ എന്ന് വിളിച്ചു. ഇനി ഈ സെൻട്രിയോൾ എന്ന് വിളിച്ച സാധനം എന്ത് ഓർഗനൈസേഷനാണ് അതിന്റെ സ്ട്രക്ചർ കിടക്കുന്നത്? കാർട്ട് വീൽ ഓർഗനൈസേഷൻ. ഇനി ഈ കാർട്ട് വീൽ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് പെരിഫറൽ ഫൈബ്രിൽസ്, അതായത് പുറത്തേക്കുള്ള ഫൈബ്രിൽസ് ട്രിപ്ലെറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. ആൻഡ് ഈച്ച് ഓഫ് ദി അഡ്ജസന്റ് ട്രിപ്ലെറ്റ്സ് എങ്ങനെയാണ്? ദേ ആർ ലിങ്ക്ഡ് ടു ഈച്ച് അതർ. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ അതിനൊരു സെൻട്രൽ റോഡ് ഉണ്ട് ഫസ്റ്റ്. അതായത് ഈ ഹോൾ സ്ട്രക്ചറിന് സെൻട്രൽ റോഡ് ഉണ്ട്. അത് കൂടാണ്ട് ഇതിന് 9 സ്പോക്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 9 സ്പോക്സ് കാണാൻ പറ്റും. നടുക്കുള്ളത് സെൻട്രൽ റോഡ്. ഈ 9 സ്പോക്സിനെ നമ്മൾ റേഡിയൽ ഫൈബേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ചില കണക്റ്റീവ് സാധനങ്ങൾ കൊണ്ട് ഇതൊക്കെ കണക്റ്റഡ് ആണ്. ആൻഡ് ഇതിന്റെ പെരിഫറലി കുറച്ച് ഫൈബ്രിൽസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഫൈബ്രിൽസ് ട്രിപ്ലെറ്റ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ ലൈ ചെയ്യും. ഇനി ഈ ഓരോ അഡ്ജസന്റ് ട്രിപ്ലെറ്റ്സ് നമ്മളിപ്പോ പറഞ്ഞിരുന്നു, ദേ ആർ ലിങ്ക് ടു ഈച്ച് അതർ. ഇങ്ങനെ ദേ ആർ ലിങ്ക് ടു ഈച്ച് അതർ പെരിഫറൽ ഫൈബ്രിൽസ്. ട്രിപ്ലെറ്റ് ആണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ ഈസിലി മേക്ക് ഔട്ട് ചെയ്യാം. ഈ ട്രിപ്ലെറ്റ് ഫൈബ്രിൽസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൈക്രോ ട്യൂബ്യൂൾ. ഇനി ഇത് കണ്ടാൽ നമുക്ക് ഏകദേശം ഒരു കാർട്ട് വീലിന്റെ ഫോമിലായതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിച്ചു? കാർട്ട് വീൽ ഓർഗനൈസേഷൻ. ഇതിന് 9 സ്പോക്സും സെൻട്രൽ റോഡും പെരിഫറൽ ഫൈബറിൽ ട്രിപ്ലെറ്റ് ആണെന്നും ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾ എന്നും ആ ഓർഗനൈസേഷനെ കാർട്ട് വീൽ ഓർഗനൈസേഷൻ എന്ന് വിളിച്ചു എന്നും അറിഞ്ഞിരിക്കാം. അപ്പോൾ സെൻട്രോസോം ഒരു ഓർഗനലാണ് ആൻഡ് അതിന് 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ സെൻട്രിയോൾ എന്ന് വിളിച്ചു. ആൻഡ് ഇവര് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈ ചെയ്യുന്നത്. ആൻഡ് ഓരോന്നിനും കാർട്ട് വീൽ ഓർഗനൈസേഷൻ ഉണ്ട്. ആൻഡ് അവർക്ക് 9 ഈവൻലി സ്പേസ്ഡ് പെരിഫറൽ ഫൈബ്രിൽസ് ഉണ്ട് ഓഫ് നമ്മുടെ ട്യൂബുലിൻ പ്രോട്ടീൻ. ഇനി ഓരോ പെരിഫറൽ ഫൈബറിലും എടുത്തു നോക്കിയാലും ട്രിപ്ലെറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു. ആൻഡ് ദേ ആർ ഓൾസോ ലിങ്ക്ഡ്. ഈ അഡ്ജസന്റ് ട്രിപ്ലെറ്റ്സ് ലിങ്ക്ഡ് ആണ്. ഇനി സെൻട്രൽ പാർട്ട് ഓഫ് ദി പ്രോക്സിമൽ റീജിയൻ അത് പ്രോട്ടീനേഷ്യസ് ആണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഹബ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഡയഗ്രത്തില് ഹബ് എവിടെയായിരിക്കും? ഇതാണ് നമ്മുടെ ഹബ്. അതെങ്ങനെയാണ്? പ്രോട്ടീനേഷ്യസ് ആണ് ഇൻ നേച്ചർ. ഇനി 4th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ബ്രീഫ്ലി ഡിസ്ക്രൈബ് സെൽ തിയറി. സെൽ തിയറിയിൽ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ പറഞ്ഞിരിക്കണം? ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? സ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ് സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. ആൻഡ് ഈ തിയറിയിൽ എങ്ങനെയാണ് അവര് ന്യൂ സെൽ ഫോർമേഷൻ അല്ല എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് കൂടാണ്ട് റുഡോൾഫ് വെർച്ചോ ഇൻ ദ ഇയർ 1855 എന്ത് പറഞ്ഞു? നമ്മുടെ പുതിയ സെൽസ് ഡിവൈഡ് ചെയ്ത്, അതായത് പഴയ സെൽസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് സെൽസ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് ന്യൂ സെൽസ് ഉണ്ടാവുന്നത്. അതിന് നമ്മൾ ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞു. ഇനി ഈ സ്ലീഡർ ആൻഡ് ഷ്വാന്റെ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പോതെസിസ് മോഡിഫൈ ചെയ്തു ആര്? നമ്മുടെ റുഡോൾഫ് വെർച്ചോ. ഇനി ആ കംപ്ലീറ്റ് തിയറീനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എല്ലാ ലിവിങ് ഓർഗാനിസംസ് എടുത്തു നോക്കിയാലും നമുക്ക് സെൽസും സെല്ലിന്റെ പ്രോഡക്ട്സും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ബേസിക് കോമ്പോസിഷൻ എല്ലാ ഓർഗാനിസംസിന്റെയും. ഇനി എല്ലാ പുതിയ സെൽസും ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ഡിവൈഡ് ചെയ്താണ് ഉണ്ടാവുന്നതും കൂടി ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ സെൽ തിയറി പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെയും ബേസിക് ഡിഫറൻസ്.
അപ്പോ പേരിൽ തന്നെ ഉണ്ട് എന്ത്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്യുലം. അവർക്ക് റൈബോസോമൽ അറ്റാച്ച്മെന്റ് കാണാൻ പറ്റും, അതുകൊണ്ടാണ് അവരെ റഫ് എന്ന് വിളിക്കുന്നത്. അതായത് ചെറിയ തരി പോലെയുള്ള ചെറിയ ചെറിയ റൈബോസോംസ് ഉള്ളതുണ്ട്. റൈബോസോം പക്ഷെ SCR എങ്ങനെയാണ്, ഈ റൈബോസോംസ് ആബ്സെന്റ് ആണ്. ഇനി എന്തിന്റെ സിന്തസിസ് ആണ് ചെയ്യുന്നത്? RER പ്രോട്ടീൻസിനെയും എൻസൈംസിനെയും ഉണ്ടാക്കുന്നു. പക്ഷെ SCR എന്തുണ്ടാക്കുന്നു? ദ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ആൻഡ് ലിപ്പിഡ്സ്. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഫോംഡ് ഓഫ് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യന് എന്താണ് ഡിഫറൻസ്? RER is formed of cisternae and tubules. പക്ഷെ SER is formed of mainly vesicles and tubules. വെസൈക്കിൾസും ട്യൂബ്യൂൾസും കൊണ്ടാണ് SER ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ SER ആൻഡ് RER. സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ എന്ത്, റൈബോസോംസ് അറ്റാച്ച്മെന്റ് കാണാൻ പറ്റും. ഇനി അത് റൈബോസോം ആബ്സെന്റ് ആണെങ്കിൽ അവർ സ്മൂത്ത് ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. നമ്മൾ SER അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് അവരെ വിളിച്ചു. ഇനി RER is mainly concerned with protein synthesis and secretion. അതേപോലെ തന്നെ അവര് എക്സ്റ്റെൻസീവ് ആണ്, അതായത് ഭയങ്കര വലുതാണ്, ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് ന്യൂക്ലിയസ്. അതേസമയം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം മേജർ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് ലിപ്പിഡ് ആൻഡ് ഗ്ലൈക്കോജൻ എന്ന് പറയാൻ പറ്റും. ആൻഡ് ആനിമൽ സെൽസിൽ ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസും ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ SER എന്ന് പറഞ്ഞ സെൽ ഓർഗനിലാണ് ഉണ്ടാക്കുന്നത്. ഇത്രയാണ് RERും SER തമ്മിലുള്ള ഡിഫറൻസ്. ഷോർട്ട് ആൻസർ ടൈപ്പില് 5th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്ത് ഇവിടെ നിർത്താണ്. ബാക്കി പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.